പ്രവാസ ലോകത്തെ വാർത്തകൾ. മസ്കറ്റിൽ നിന്നും ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറച്ച് സലാം എയർ. ബ്രേക്കിംഗ് പ്രൈസ് പ്രൊമോഷനിൽ ഓഫറിന്റെ ഭാഗമായാണ് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുന്നത്. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് 19.99 ഒമാനി റിയൽ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സലാം എയറിന്റെ ബ്രേക്കിംഗ് ഫെയർ പ്രൊമോഷണൽ ഓഫറിന്റെ ഭാഗമായാണിത്. ബംഗളൂരു, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ് തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഇതേ നിരക്കിൽ യാത്ര ചെയ്യാം. ദുബായ്, ദോഹ, ദമാം എന്നിവിടങ്ങളിലേക്കും പാകിസ്ഥാൻ സെക്ടറുകളിലേക്കും ഇതേ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. 5 കിലോ ഹാൻഡ് ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. ഈ മാസം 28-നുള്ളിൽ ബുക്ക് ചെയ്യുന്ന ഒക്ടോബർ 1-നും നവംബർ 30-നും ഇടയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ആനുകൂല്യമെന്ന് സലാം എയർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസികൾക്കായി നോർക്ക കെയർ ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിലെ 10,000-ഓളം ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് 5 ലക്ഷം രൂപയും അപകടമരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ഭർത്താവ്, ഭാര്യ, 2 കുട്ടികൾ എന്നിവരുൾപ്പെടുന്ന കുടുംബത്തിന് GST ഉൾപ്പെടെ 13,275 രൂപയാണ് വാർഷിക പ്രീമിയം. അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും 4,130 രൂപ വീതം നൽകണം. വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ 7,965 രൂപ നൽകിയാൽ മതിയാകും. നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കേരളത്തിലെ 410 ആശുപത്രികൾ അടക്കം ഇന്ത്യയിൽ 14,000 ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാകും. പദ്ധതിയിൽ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെ അംഗങ്ങളാകാം. ഒക്ടോബർ 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. നവംബർ 1-ന് പദ്ധതി നിലവിൽ വരും. ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളെ ഭാഗമാക്കുന്നതിനായി നോർക്ക സംഘടിപ്പിക്കുന്ന മേഖലാ യോഗങ്ങൾ UAEയിൽ വിവിധയിടങ്ങളിൽ നടന്നുവരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. H1B വിസയും ഗ്രീൻ കാർഡും സമഗ്രമായി പരിഷ്കരിക്കാൻ ഒരുങ്ങി ട്രംപ് ഭരണകൂടം. നീക്കം ഇന്ത്യക്കാർക്കടക്കം വലിയ തിരിച്ചടിയാകും. US-ലെ ദശലക്ഷക്കണക്കിന് വിദേശ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും ബാധിക്കുന്നതാണിത്. H1B വിസ പദ്ധതി വലിയ തട്ടിപ്പാണെന്നും അതിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണെന്നും US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ മുഴുവൻ വിദേശ തൊഴിലാളികൾ കവരുന്ന രീതിയിലുള്ള തട്ടിപ്പാണ് നിലവിലെ H1B വിസ സമ്പ്രദായം. എല്ലാ അമേരിക്കൻ കമ്പനികളിലും അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകുന്ന രീതിയിലുള്ള മാറ്റം വരണമെന്നായിരുന്നു വാണിജ്യ സെക്രട്ടറിയുടെ എക്സ്പോസ്റ്റ്. ഇന്ത്യക്കാരാണ് H1B വിസയുടെ ഉപഭോക്താക്കളിൽ ഭൂരിപക്ഷവും. അതിനാൽ വിസ പരിഷ്കരണം ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യൻ IT ജീവനക്കാരെയും വിദ്യാർത്ഥികളെയുമാണ്. ജനുവരിയിൽ ട്രംപ് US പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും നിയന്ത്രിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. മുൻകാല രീതികളിൽ നിന്ന് വ്യത്യസ്തമായി H1B വിസയിലുള്ളവർ ഇപ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ, വീട്ടുവിലാസങ്ങൾ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഗ്രീൻ കാർഡുകൾ ഒരു വിദേശ വ്യക്തിക്ക് അമേരിക്കയിൽ അനിശ്ചിതകാലം താമസിക്കാനുള്ള അവകാശം നൽകുന്നില്ല എന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പരാമർശം ഗ്രീൻ കാർഡുകളുടെ ഭാവി സാധ്യതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇനി എളുപ്പം. പ്രാദേശിക സ്പോൺസറുടെ ആവശ്യമില്ലാതെ തന്നെ കമ്പനി സ്വന്തമാക്കാൻ കഴിയും. ഖത്തറിലെ പുതിയ നിയമങ്ങളനുസരിച്ച് എളുപ്പത്തിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ പ്രവാസികൾക്ക് ഒരു പ്രാദേശിക സ്പോൺസറുടെ ആവശ്യമില്ലാതെ തന്നെ കമ്പനി സ്വന്തമാക്കാൻ കഴിയും. ഖത്തറിൽ ചില വമ്പൻ പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ വിദഗ്ധ തൊഴിലാളികൾക്ക് ധാരാളം തൊഴിലവസരവുമുണ്ട്. ഖത്തർ ഒരു തൊഴിൽ വിപണി എന്നതിലുപരി ഇന്ത്യക്കാർക്ക് ഒരുപാട് മതിപ്പുള്ള ഒരിടമാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, സുരക്ഷിതത്വം, സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ എന്നിവ കാരണം ഖത്തറിലേക്ക് പോകുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു. 8 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി പറയുന്നു. കൂടുതൽ ആളുകൾ ഇവിടെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഖത്തറിലെ നിയമപരമായ മാറ്റങ്ങൾ ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിൽപരമായ സംരക്ഷണവും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.